ഹായ്. ബസൂക്ക ഡയറക്റ്റഡ് ബൈ ഡിനോ ഡെനീസ്. ഈ പടത്തിന്റെ ടീസർ റിലീസായ സമയത്ത് ടീസറിൽ നമുക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായിന്ന്. പക്ഷെ ഈ റോള് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് പടം മൊത്തം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ഒരു ഞാൻ അത്ര എൻജോയ് ചെയ്തില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സിനിമ. ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ മാക്സിമം ഈ ഒരാഴ്ചയിൽ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. ഇത് അധികകാലം തിയേറ്ററിൽ ഉണ്ടാവും തോന്നുന്നില്ല. ഈ പടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മമ്മൂട്ടി യൂസ് ചെയ്തിട്ടുള്ള, അതായത് ആ കഥാപാത്രം യൂസ് ചെയ്തിട്ടുള്ള കുറേ പഴയ കാറ്, പിന്നെ പാൻറ്റും ഷർട്ടും, കൂളിംഗ് ഗ്ലാസ്, കണ്ണാടി, ഇതെല്ലാം നല്ല അടിപൊളിയായിരുന്നു. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു അപരാധം പിടിച്ച ഒരു പടം. ഇന്റർവെൽ ആകുന്ന സമയത്ത്, അതായത് ഈ പടത്തിന്റെ ഇന്റർവെല്ല് വരുമ്പോഴത്തേക്ക് ഒരു ഇന്റർമിഷൻ എഴുതി വരുന്നുണ്ട്. അതിൽ എം എന്നുള്ള ലെറ്റർ മാത്രം റെഡിലാണ് കാണിച്ചത്. അത് ശരിക്കും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഇന്റർവെല്ലിന് ശേഷം നിങ്ങൾ അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെയുള്ളൊരു സിനിമയാണെന്നുള്ളൊരു ഹിന്റാണ് ഡയറക്ടർ തന്നത്. ഈ പടത്തിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലി അടിപൊളിയാണ് ഈ പടം. അതായത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി, നിമിഷ് രവി, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമാണ്. ഫ്രെയിമും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പക്ഷെ ഈ പറഞ്ഞു വരുന്ന കഥ എന്ന് വെച്ചാൽ ഒരു എന്താണ്, നമുക്ക് തീരെ എൻഗേജ് ചെയ്യാത്ത, തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു ഒരു വല്ലാത്തൊരു സ്റ്റോറിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ മമ്മൂക്കയുടെ കഥാപാത്രം ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ടൂറിസ്റ്റ് ബസ്സിൽ. അപ്പോൾ ഇന്റർവെല്ലിൽ വരെ ഓക്കെ കുഴപ്പമില്ല, കഥ പറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകും. പിന്നെ നമുക്ക് തോന്നും ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ അത്രയും വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ്സിലിരുത്തി കഥ പറയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ഇന്റർവെല്ല് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഗൗതം വാസുദേവ് മേനോന്റെ കഥാപാത്രവും അയാളുടെ കുറേ പോലീസുകാരെല്ലാം വെറുതെ തെക്ക് വടക്ക് ഓടി നടക്കുന്നുണ്ട്. ഇയാളെ ഈ സിനിമയിൽ വിശേഷിപ്പിക്കുന്നത് എന്താണ്, കേരള പോലീസിലെ ഷെർലക് ഹോംസ് എന്നാണ്. പക്ഷെ ഇത്രയ്ക്ക് മണ്ടനായിട്ടൊരു കഥാപാത്രം, ഒരു മണ്ടൻ പോലീസിനെ ഇല്ലേ വേറെ ഏത് സിനിമ നോക്കിയാലും കാണൂല. ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് മറ്റേ പട്ടാളം സിനിമയിലെ സലീം കുമാർ. അത്രയ്ക്കും ഒരു ഒരു മണ്ടൻ പോലീസ്. അത് ഇപ്പൊ സിനിമ മൊത്തം കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവും ഇതുപോലത്തെ ഒരു വിഡ്ഢി കഥാപാത്രം അധികം ഉണ്ടാവില്ല. പിന്നെ സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രം, പിന്നെ വേറൊരു ലേഡി പോലീസും, പിന്നെ ഒരു മോണായിട്ട് വേറൊരു പോലീസുകാരൻ കൂടിയുണ്ട്. എന്തിനാണോ എന്തോ വെറുതെ തെക്കോടൊക്കെ കൂട്ടി കൂട്ടൽ ഓടുന്നു. പിന്നെ കുറെ ഇംഗ്ലീഷിൽ ചേസ് അങ്ങനെ എന്തെല്ലോ പറയുമ്പോൾ അങ്ങനെ പറയാം. പിന്നെ ചേസിന്റെ കാര്യം പറയുമ്പോഴാണ് പടത്തിൽ അത്യാവശ്യം നല്ല ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതായത് ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, മേക്കിംഗ് വേഴ്സെല്ലാം അടിപൊളിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഊളപ്പടമാണ് ഇവർ മേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അവസാന നിമിഷം, അതായത് എന്താണ് തീരാനാവുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതായത് സൈക്കോപാത്ത് എന്നൊരു സീനുണ്ട്. ആ കഥാപാത്രം എക്സാക്ട്ലി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലും അല്ലെ ടിക്ടോക്കെല്ലാം നല്ല കത്തിയുന്ന സമയത്ത് ഒരു ചങ്ങായി കുറെ ഫിൽറ്റർ എല്ലാം ഇട്ടിട്ട് വന്നിട്ട് നാക്കിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് ചെക്കൻ അവനെ പിന്നീട് പോലീസുകാർ പിടിക്കുകയെല്ലാം ചെയ്തു, ഒരു കള്ളനോ മറ്റാണ്. ആ ചങ്ങായിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നാക്കുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ആക്കൂലേ, അതേ സാധനം തന്നെ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ ബിലാൽ സിനിമ, ബിലാൽ അല്ല, ബിഗ് ബി സിനിമയിൽ നമ്മുടെ സായിപ്പ് ടോണി നാക്കുകൊണ്ട് ഇങ്ങനെല്ലാം ചെയ്യില്ലേ, അതേപോലത്തെ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ ചിരിച്ചൂപ്പാടളകി പോയി. പിന്നെ ആ സൈക്കോപാത്തതിന് ശേഷം ഈ കഥാപാത്രത്തിന്റെ ഒരു വരവുണ്ട്. അത് ശരിക്കും തുറുപ്പുകുലാൻ സിനിമയിൽ മമ്മൂക്ക ഇങ്ങനെ കാലിൽ കൊലുസെല്ലാം ഇട്ടിട്ട് വരൂല്ലേ, അതുപോലെ ചിരിച്ചിരിച്ച് ഊപ്പാടളകി. അവർ മാസമായിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ പ്രത്യേകിച്ച് എൻഗേജ് ചെയ്യിക്കാത്തൊരു സിനിമയാണിത്. ഒരു പോലീസ് സ്റ്റോറിയാണ്, ത്രില്ലർ എന്നൊക്കെയാണ് ഇത്, എന്താണ് ത്രില്ലർ ജോണറിലാണ് ഈ പടം ശരിക്കും വരുന്നത്. പക്ഷെ എനിക്കൊരു ത്രില്ലും തോന്നിയില്ല, ഒരു പുല്ലും തോന്നിയില്ല. പിന്നെ വേറെ ഞാൻ പറയാൻ വേണ്ടി വന്നത്, ശരിക്കും നമ്മൾ ഈ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളെല്ലാം കാണുന്ന സമയത്ത് ഈ പോലീസ് കഥാപാത്രങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഈ സൈക്കോപാത്തായിട്ടുള്ള വില്ലൻ ഒരു ഹിന്റ് കൊടുക്കുമല്ലോ, എന്തെങ്കിലും ഒരു എന്താണ് എന്തോ കാര്യം ഇവൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്നൊരു ഇത് കൊടുത്തിട്ടാണല്ലോ ഇയാൾ ഈ ക്രൈം ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പൊതുവെ സിനിമയിലെ സൈക്കോപാത്തുകളെല്ലാം അങ്ങനെയാണല്ലോ. ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നുണ്ടാന്ന് നോട്ടീസ് എല്ലാം അടിച്ചതിന് ശേഷമായിരിക്കും ഇവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിലെ പോലീസുകാർക്ക് ഈ സൈക്കോപാത്ത് ആദ്യമേ ഒരു ഹിന്റ് കൊടുക്കും, പക്ഷെ ഈ മണ്ട പോലീസുകാർക്ക് അത് മനസ്സിലാവുകയില്ല. ചിരിച്ചു ഊപ്പാടളകും അങ്ങനത്തെ കുറെ മണ്ടൻ പോലീസുകാർ. പിന്നെ അതുപോലത്തെ ഈ സൈക്കോപാത്തായിട്ടുള്ള നമ്മുടെ ഇക്കയുടെ റോളും, പക്ഷെ അവിടെ കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, അത് വേറൊരു സൈക്കോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ മമ്മൂട്ടിയെക്കാളും എന്താണ് ഈ കഥാപാത്രം കുറച്ചുകൂടി ചേരുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണിത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല കോസ്റ്റ്യൂം, നല്ല കൂളിംഗ് ഗ്ലാസ്, പിന്നെ കുറെ പഴയ കാറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഷവർലയുടെ കാറുണ്ട്, അതുപോലെ തന്നെ ബെൻസിന്റെ, മിസ്സുമിഷിയുടെ കാറുണ്ട്. അങ്ങനെ കുറെ കാറും ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പടത്തിന്റെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പല ഇന്റർവെല്ലെല്ലാം ഒരു യൂസ്
സൈഡിൽ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടാനെല്ലാം തോന്നും. അത് ഇന്റർവെല്ലിൽ ആവുന്നുണ്ട് എന്നുള്ളൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങാമല്ലോ. ഇന്റർവെല്ലിന്റെ സമയത്ത് എൻ്റെ തൊട്ട് മുന്നിൽ റോയിലുണ്ടായ 5-6 ആൾക്കാർ ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നെ അത് കണ്ടിട്ടില്ല, ഇന്റർവെല്ലിന് ശേഷം കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു മ്യൂസിക്കിന് അങ്ങനെ കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ, പിന്നെ ഒരു ക്യാമിയോ റോളിൽ ഒരാൾ വരുന്നുണ്ട് എൻ്റെ മോനെ. ഹോ, വല്ലാത്തൊരു ക്യാമിയോ റോളായി പോയി. ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയാളുടെ ആറട്ടണ്ണൻ, അതായത് വലിയൊരു ക്യാമിയോ റോള്. പക്ഷെ ബെറ്റർ, ഈ പടത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആറട്ടണ്ണെല്ലാം മച്ച് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, പടത്തിന് ചേരുന്ന ക്യാമിയോ റോൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന നിർബന്ധമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കണ്ടോ, ഇത് അധികം നാളുണ്ടാവും തോന്നുന്നില്ല. സോ ഇതാണ് ബസൂക്ക. ഈ പടം എമ്പുരാന്റെ കൂടെ ക്ലാഷ് ആയിട്ടെല്ലാം വന്നിരുന്നെങ്കിലുണ്ടല്ലോ വല്ലാത്ത അവസ്ഥയായി പോയാൽ. എന്തായാലും ഇത്ര ഡിലേ ആയത് കുറച്ചുകൂടി നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. നിങ്ങളുടെ അഭിപ്രായം ആരോടും എന്താണ്, നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇത് അങ്ങനെയുള്ള ഒരു വലിയ പടമൊന്നുമല്ല, വെറുതെ കാണാം, അത്രയേ ഉള്ളൂ. സോ ഇതാണ് ബസൂക്ക, സ്റ്റൈലും പടം.